നമസ്കാരം. നമുക്കറിയാം, അറബ് രാജ്യങ്ങളുമായി ഉൾപ്പെടെ മികച്ച ബന്ധമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. പലപ്പോഴും ബന്ധം മെച്ചപ്പെടുത്താൻ സൈന്യത്തെയും ഉപയോഗിച്ചുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. പ്രതിരോധ രംഗത്തും ബന്ധം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഇന്ത്യയുടെയും UAE-യുടെയും സൈന്യം ജനുവരി 2-ന് രാജസ്ഥാനിലെ മഹാജൻ പ്രദേശത്ത് 2 ആഴ്ചത്തെ സൈനികാഭ്യാസത്തിന്റെ ഉദ്ഘാടന പതിപ്പ് ആരംഭിച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. സമാധാന പരിപാലന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള UN ചാർട്ടറിന്റെ വിശാലമായ ചട്ടക്കൂടിന് കീഴിൽ മരുഭൂമിയിലെയും അർദ്ധ മരുഭൂമിയിലെയും ഉപപരമ്പരാഗത പ്രവർത്തനങ്ങളിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന അഭ്യാസം ലക്ഷ്യമിടുന്നതെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു. ആദ്യമായാണ് ഇരു സൈന്യങ്ങളും ഇത്രയും വലിയ സൈനികാഭ്യാസം നടത്തുന്നത്. ജനുവരി 15-ന് ഇത് അവസാനിക്കും. സായിദ് ഫസ്റ്റ് ബ്രിഗേഡിൽ നിന്നുള്ള സൈനികരാണ് UAE സംഘത്തെ പ്രതിനിധീകരിക്കുന്നത്. 45 പേരടങ്ങുന്ന ഇന്ത്യൻ ആർമി ടീം പ്രധാനമായും യന്ത്രവൽകൃത കാലാൾപ്പട റെജിമെന്റിൽ നിന്നുള്ളവരാണ്. സമാധാന പാലന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ 7-ാം അധ്യായ പ്രകാരം മരുഭൂമിയിലെ അല്ലെങ്കിൽ അർദ്ധ മരുഭൂമിയിലെ ബിൽറ്റപ്പ് ഏരിയയിലെ പോരാട്ടം ഉൾപ്പെടെയുള്ള ഉപപരമ്പരാഗത പ്രവർത്തനങ്ങളിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് സൈന്യം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. അഭ്യാസ പ്രകടനം ഇരുപക്ഷവും തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞു. ഇന്ത്യയും UAE-യും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതാണ് ഈ അഭ്യാസം. സുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും 2 സൗഹൃദ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വളർത്തിയെടുക്കാനും ഈ അഭ്യാസം ലക്ഷ്യമിടുന്നുവെന്നും സൈന്യം പറഞ്ഞു. ഏതായാലും പ്രതിരോധ രംഗത്തും മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായും ബന്ധം ശക്തമാക്കുന്ന മോദി സർക്കാരിന് അഭിനന്ദനങ്ങൾ. ജയ് ഹിന്ദ്.